ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ജയിലറിന് ശേഷം ഒരുപാട് ഓഫേഴ്സ് ആയിരുന്നല്ലോ ലാലേട്ടനെ തേടി തമിഴിൽ നിന്നും എത്തിയത്. അതിലൊന്നായിരുന്നു ശിവകാർത്തികേയനെ നായകനാക്കി ഗുഡ് നൈറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ വിനായക് സംവിധാനം ചെയ്യുന്ന ലാലേട്ടനും കൂടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയിലേക്കുള്ള ഓഫർ. ഇപ്പോഴത്തെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലാലേട്ടനിൽ നിന്നും സിനിമയ്ക്ക് ഒരു ഗ്രീൻ സിഗ്നൽ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ലാലേട്ടൻ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് സിനിമ വേണ്ടെന്ന് വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് വരെ ലാലേട്ടൻ എത്തിയതായിരുന്നു. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ലാലേട്ടന് വേണ്ടി അടുത്ത വർഷത്തിലേക്ക് സിനിമയുടെ ഷൂട്ട് നീട്ടിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ശിവകാർത്തികേയൻ അടുത്തതായിട്ട് ജോയിൻ ചെയ്യേണ്ടിരുന്ന വിനായക സിനിമയ്ക്ക് പകരം വെങ്കട്ട പ്രഭു സിനിമയിലേക്കാണ് ശിവകാർത്തികേയൻ ഇപ്പോഴത്തെ ജോയിൻ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ലാലേട്ടൻ ഡേറ്റിന് വേണ്ടി തമിഴ് സിനിമ അടുത്ത വർഷത്തിലേക്ക് ഷൂട്ട് നീട്ടി വയ്ക്കുന്നു. ദുൽഖറിന്റെ ഇനിയും പ്രഖ്യാപിക്കാത്ത ഒരു തെലുഗു സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. നവാഗത സംവിധായകനും ദുൽഖറും ഒരുമിക്കുന്ന സിനിമയിൽ പൂജ ഹെഗ്ഡെ നായികാവേഷത്തിലെത്തുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ സീതാരാമം എന്ന സിനിമയിലെ മൃണാൾ താക്കൂറിന് പകരം ആദ്യം പൂജ ഹെഗ്ഡെ എത്തിയതായിരുന്നു. എന്നാൽ ഡേറ്റ് ഇഷ്യൂസ് കാരണം സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. പവൻ കല്യാണിന്റെ ഈ വർഷത്തിലെ വലിയ സിനിമ കൂടിയായ ദേ കോൾ ഹിം ഓജി എന്ന സിനിമയുടെ ഷൂട്ട് അങ്ങനെ ബാക്കപ്പ് ആയിരിക്കുകയാണ്. ഈ വർഷം സെപ്റ്റംബർ 25 തീയതിയാണ് ഈ വമ്പൻ തെലുഗു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമ സിനിമ കൂടിയായ സുരേഷ് ഗോപി നായകനെത്തുന്ന JSK നിയമ പോരാട്ടത്തിനൊടുവിൽ റിലീസിനായിട്ട് തയ്യാറെടുക്കുകയാണല്ലോ. ഇന്ന് സെൻസർ ബോർഡിന് സിനിമയുടെ പുതിയ പതിപ്പ് കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ സെൻസർ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നേരത്തെ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്. നാളെ തന്നെ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഡ്യൂറേഷൻ എത്ര തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നേക്കും. അടുത്തയാഴ്ച ജൂലൈ 18ഓടെയാണ് സിനിമയുടെ തിയേറ്റർ റിലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അവസാനത്തേത് അല്ലു അർജുൻ നായകനെത്തുന്ന അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ വലിയ ബഡ്ജറ്റുള്ള സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. സിനിമയിൽ 5 നായികമാരെത്തുന്നു. അതിലൊന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ ദീപിക പദുക്കോൺ ആണെങ്കിൽ മറ്റ് 4 നായികമാരിൽ 3 പേർ രശ്മിക മന്ദാന, മൃണാൾ താക്കൂർ ഒപ്പം ജാൻവി കപൂർ ആണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. 5ാമത്തെ നായിക ഇനിയും ഫിക്സ് ചെയ്തിട്ടില്ല. ഭാഗ്യശ്രീ ബോസ് ആയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ രശ്മിക മന്ദാന വില്ലത്തിയായിട്ടാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാത്തിരിക്കാം കൂടുതൽ സിനിമ വാർത്തകൾക്ക്.